നോ പാർക്കിംഗ് ബോർഡ് വെക്കാത്ത ദിക്കിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്ക് പോലീസ് പിഴ ഈടാക്കുന്നു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്താണ് പോലീസിന്റെ നേതൃത്വത്തിൽ പകൽക്കൊള്ള നടക്കുന്നത്. ഷോപ്പിംഗിനും മറ്റാവശ്യങ്ങൾക്കും എത്തുന്ന ആളുകൾ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വാഹനങ്ങൾ നിർത്തിയിടുന്നത് പതിവാണ്. ഇവിടെ നോ പാർക്കിംഗ് ബോർഡ് വെക്കുകയോ വാഹനം പാർക്ക് ചെയ്യരുത് എന്ന് നിർദ്ദേശം നൽകുകയോ ചെയ്തിട്ടില്ല. എന്നാൽ തിരിച്ചു വരുമ്പോഴേക്ക് ട്രാഫിക് പോലീസ് വാഹനങ്ങളിൽ പിഴ അടക്കാനുള്ള നോട്ടീസ് പതിപ്പിച്ചിരിക്കും. നഗരത്തിൽ ആദ്യമായി എത്തുന്ന പലരും മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ട് പാർക്കിംഗ് അനുവദനീയമല്ലെന്നറിയാതെ അബദ്ധത്തിൽ ചെന്നുചാടി പിഴ അടക്കേണ്ടി വരുന്നു. പാർക്കിംഗ് വിലക്കുന്ന ബോർഡ് സ്ഥാപിക്കാതെ അകാരണമായി പിഴ ഈടാക്കുന്ന അധികൃതരുടെ നടപടിയിൽ ജനങ്ങൾ രോഷാകുലരാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് ഇവിടെ പാർക്ക് ചെയ്ത് ഇവിടെ നോ പാർക്കിങ്ങിൻ്റെ എന്തോ ബോർഡും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വരുന്ന സമയത്ത് ഇവിടെ RTOൻ്റെ ഒരു നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട്, ഫൈൻ എടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് നോ പാർക്കിംഗ് ആണ് ഇവിടെ ബോർഡ് വെച്ചതാണെങ്കിൽ നമ്മളിവിടെ പാർക്ക് ചെയ്യില്ലായിരുന്നു. അറിയില്ല, ഞങ്ങളിത് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ബോർഡില്ലല്ലോ. ഇപ്പോൾ നോ പാർക്കിങ്ങിൻ്റെ ഇങ്ങനെയുള്ള പ്രശ്നം അനുഭവിക്കുന്ന നമ്മളാണ്, ഈ വണ്ടിയും കൊണ്ട് വെക്കുന്ന ആൾക്കാർ. അതിനനുസരിച്ചിട്ട് ബോർഡും സ്ട്രിക്റ്റ്ലി എഴുതി വെച്ചാൽ ഞങ്ങൾ തീർച്ചയായിട്ടും സഹകരിക്കും 100%. കാരണം എന്താ, എവിടെ ഉണ്ടെങ്കിലും നമ്മൾ റൂൾസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. എന്നാൽ ബോർഡ് സ്ഥാപിക്കേണ്ട ഉത്തരവാദിത്തം തങ്ങൾക്കല്ലെന്നും അത് മുനിസിപ്പാലിറ്റിയുടെ പണിയാണെന്നും പറഞ്ഞ് ട്രാഫിക് പോലീസ് ഒഴിഞ്ഞുമാറുന്നു.